ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായത്തിൻ്റെ 2ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2ാമത്തെ വീഡിയോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രയാങ്കിള്, അതിൻ്റെ ഈക്വൽ ട്രയാങ്കിൾ കൺസ്ട്രക്ഷൻ ഒക്കെ ഡിസ്കസ് ചെയ്താണ്. ഇതാ മറ്റൊരു ചോദ്യം നോക്കിക്കോളൂ. ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് 15 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനാണ്. അപ്പോൾ ഇവിടെ അതിന്റെ പെരിമീറ്റർ 15 നമ്മൾ 4 വശത്തിന്റെയും കൂടി നീളം കൂടുന്നതാണ് എന്തെന്ന് പറയുന്നത് പെരിമീറ്റർ എന്ന് പറയുക. അപ്പൊ ഈ 4 വശത്തിന്റെയും കൂടി നീളമാണ് 15. അപ്പോൾ ഒരു വശത്തിന്റെ നീളം കാണുന്ന എങ്ങനെയാ? ഈ 15നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്കെയിൽ വെച്ച് കൃത്യമായിട്ട് കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഈ 15 സെന്റിമീറ്റർ വരച്ചിട്ട് അതിനെ 4 ഈക്വൽ ലൈൻ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് നമുക്ക് ഈ പാരലൽ ലൈൻസിന്റെ പ്രത്യേകത നോക്കാം. ഓക്കെ, അതായത് 15 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ വരച്ചു. ഇനി പിന്നെ ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെയാണ് നമുക്ക് 4 ഈക്വൽ പാർട്ടാക്കേണ്ടത്. അപ്പൊ ഇതിനെ 4 ഈക്വൽ പാർട്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 4 ഈക്വൽ പാർട്ട് ഈ പുതിയ ലൈനിൽ അടയാളപ്പെടുത്തും. ഇതുപോലെ ഒരേ അകലത്തിൽ 4 ഈക്വൽ പാർട്ട് ഈ പുതിയ ലൈനിൽ അടയാളപ്പെടുത്തി. നമുക്ക് ഇതിനെയാണ് 4 ഈക്വൽ പാർട്ട് ആക്കേണ്ടത്. 15 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈനെയാണ് 4 ഈക്വൽ പാർട്ട് ആക്കേണ്ടത്. അതിന് പകരം 4 ഈക്വൽ പാർട്ട് നമ്മൾ പുതുതായിട്ട് വരച്ച ലൈനിൽ അടയാളപ്പെടുത്തി. ഈ 4ാമത്തെ പാർട്ടുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് പാരലായിട്ട് ഈ പോയിന്റുകളിലൂടെ ലൈൻ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ പാരലൽ ലൈൻസ് ഇതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇതിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഈ ലൈന് പാരലായിട്ട് ഈ ലൈൻ വരച്ചു, ഈ ലൈൻ വരച്ചു, ഈ ലൈൻ വരച്ചു. ഇത് 4ഉം ഈക്വൽ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതും 4ഉം ഈക്വൽ ആയിരിക്കും. 15 സെന്റിമീറ്ററിന് 4 ഭാഗം ഇതാണ് ഓരോന്നും. അപ്പൊ ഇത് 15 സെന്റിമീറ്ററിനെ 4 ഈക്വൽ പാർട്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു കേട്ടോ. ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, 4 ഈക്വൽ ആണ്. അപ്പോൾ 1 സൈഡ് മെഷർ ചെയ്താൽ മതി. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു താഴോട്ട്, ഇവിടെയും പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു, ആ ഡിസ്റ്റൻസിന് ഇവിടെയും മാർക്ക് ചെയ്തു, കൂട്ടി വരയ്ക്കുക കേട്ടോ. ദിസ് ഈസ് ദി റിക്വയർഡ് സ്ക്വയർ. അപ്പോൾ 15 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള സ്ക്വയർ ആണ് നമ്മൾ വരച്ചത്. അപ്പോൾ ഈ പാരലൽ ഡിവിഷന്റെ ഈ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി വെച്ച് ഇതുപോലെ സ്ക്വയർ വരയ്ക്കാൻ പറ്റും. മറ്റൊരു ചോദ്യം. ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കുക. റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് എന്താ? സമ ഷഡ്ഭുജം. 6 വശങ്ങളുണ്ട്, 6 വശങ്ങളും തുല്യമാണ്. അപ്പോൾ ഒരു വശം എന്ന് പറഞ്ഞാൽ ഈ 20നെ 6 തുല്യ ഭാഗമാക്കിയതിൻ്റെ ഒരു പാർട്ടായിരിക്കും. അപ്പോൾ നമുക്ക് 20 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കാം. എന്നിട്ട് അതിനെ 6 തുല്യ ഭാഗങ്ങളാക്കാം. ഇപ്പൊ ചെയ്ത പോലെ തന്നെ ചെയ്യാലോ അല്ലേ? 6 തുല്യ ഭാഗങ്ങളാക്കാം. ഓക്കെ, ആദ്യം 20 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. അതുപോലെ ഒരു ചെരിഞ്ഞ വര വരയ്ക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ചെരിഞ്ഞ വരയിൽ പുതുതായിട്ട് വരച്ച നമുക്ക് ഈ 20 സെന്റിമീറ്ററിനാണ് 6 ഈക്വൽ പാർട്ട് ആക്കേണ്ടത്. അതിന് പകരം നമ്മൾ ഇതിനകത്ത് 6 ഈക്വൽ പാർട്ട് അടയാളപ്പെടുത്തിയത് കേട്ടോ. 1, 2, 3, 4, 5, 6. അപ്പോൾ ഇനി ആദ്യം ചെയ്ത പോലെ ഇതിനെ ജോയിൻ ചെയ്യുക. ഇതിന് പാരലായിട്ട് ലൈൻസ് വരയ്ക്കുക. ഇതിന് പാരല വരച്ചു, വീണ്ടും പാരലിൽ വരച്ചു. അങ്ങനെ ഈ ഓരോ പോയിന്റിലൂടെയും പാരലൽ ലൈൻ വരച്ചപ്പോൾ ഇതെല്ലാം ഈക്വൽ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. സെയിം ഡിസ്റ്റൻസ് ആണ്. കോമ്പസ് ഉപയോഗിച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം, നല്ലത്. സ്കെയിൽ വെച്ചായാലും മതി. ഈ ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 20 സെന്റിമീറ്ററിന്റെ 26 ഭാഗമാണ് ഇത് ഓരോന്നും. അപ്പോൾ ഇതാണ് 1 സൈഡ് ഓഫ് ദി റെഗുലർ ഹെക്സഗൺ. അപ്പോൾ റെഗുലർ ഹെക്സഗൺ വരയ്ക്കാൻ എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് 1 സൈഡായിട്ട് എടുത്തു. അപ്പൊ ഇവിടെ നിന്ന് അതേ ഡിസ്റ്റൻസിന് ഇങ്ങോട്ട് ഒരു ആർക്ക് കട്ട് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആർക്ക് കട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു സമഭുജ ത്രികോണമാണ് വരിക, ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ. അപ്പൊ ഇത് സെന്റർ ആക്കി ഞാൻ ഒരു സർക്കിൾ വരച്ചു, ഇത് റേഡിയസ് ആക്കി. അതായത് സമഷഡ്ഭുജം ഈ റെഗുലർ ഹെക്സഗണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റേഡിയസിന് ഈക്വൽ ആയിരിക്കും 1 സൈഡ്. അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് തന്നെയായിരിക്കും എപ്പോഴും 1 സൈഡ് ആയിട്ട് വരിക. ഇനി ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്യുക. അങ്ങനെ ആർക്ക് കട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇതുപോലെ 6 ഈക്വൽ പാർട്ട് കിട്ടും. ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഇത് കണ്ടോ, അത് തന്നെയാണ് ഇത്, അത് തന്നെയാണ് ഇത്. ഈ ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആയിട്ടാണ് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലെ റെഗുലർ ഹെക്സഗൺ കിട്ടും.
അപ്പോൾ ഇതുപോലെ സർക്കിൾ വരച്ചിട്ട് നമുക്കിത് എന്താ ചെയ്യാം, റെഗുലർ ഹൈറ്റ്സ് ആണ് ഈസി ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.